വെൽക്കം ബാക്ക് ടു ഹനാസിത്തുകൾ ചാനൽ. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് കാണുക. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ക്രൈബ് ആൻഡ് സ്മോൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കിടക്കാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യൻ ടേസ്റ്റി ഡെസേർട്ട്. അതിന്റെ പേര് സ്വീറ്റ് ബോൾ ബൂം. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും നല്ല യമ്മിയാണ്. അപ്പം അതാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ മമ്മാരി കിച്ചണിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് കൊണ്ടൊരു ഡെസേർട്ടാണ്. വളരെ സ്വീറ്റാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യം 8 പീസ് ബ്രെഡാണ്. ഇതിൻ്റെ ഞാൻ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കാം. ഇതുമാതിരി പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ മൊത്തം ബ്രെഡും പൊടിച്ച് ഞാനൊരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട് മിൽക്ക്. എന്നാലും നമുക്ക് ഒരു 1-2 സ്പൂൺ ചിലപ്പോൾ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരും അഡീഷണലായിട്ട്. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറോ നെയ്യോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1 ടീസ്പൂൺ നമുക്കൊരു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതിൽ നിന്നൊരു ചെറിയൊരു പോർഷൻ നമുക്ക് എടുത്ത് അതിനെ ഒരു ബോൾ ഷേപ്പ് പോലെ നമുക്കാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്കിപ്പോൾ ഞാൻ നമ്മുടെ ബദാം ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട്. അതിനെ നമുക്ക് ജസ്റ്റ് ഈ സെൻറ്ററിലോട്ട് അതിനൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഹോളിനെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ബോളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം മൊത്തത്തിലൊരു ബോൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ചില പീസൊക്കെ വലുതായിട്ടും ചില പീസ് കുഞ്ഞായിട്ടുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തു. അതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബോൾസ് എടുത്തിട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോൾസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. നമുക്കിത് ഇതുപോലൊരു സാധനം ഉപയോഗിച്ച് നമ്മുടെ പാനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. കാരണം ഓയിലാണ്, പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് വീഴാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഇന്ന് ചെറിയൊരു പാനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവസാനത്തെ ബാച്ച് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു പഞ്ചസാര സിറപ്പിലോട്ട് ഇട്ടെടുക്കാം. ഞാൻ നേരത്തെ തന്നെ പഞ്ചസാര സിറപ്പ് റെഡിയാക്കി വെച്ചിരുന്നു. അതായത് 1 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഏലക്കയും പൊടിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പാണ്. അതിലോട്ട് നമുക്ക് ഈ ബോൾസിനെ പറക്കി ഇട്ട് കൊടുക്കാം. ഗുലാബ് ജാമുൻ
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ബോൾ എന്തായി നോക്കാം. വാവ്, അപ്പം നമ്മുടെ ഷുഗറിൽ കിടന്ന് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റാം, ഷുഗറിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ബോളൊക്കെ ജസ്റ്റ് ഒന്ന് പയ്യെ എടുത്തിട്ട് നമുക്ക് ഈ ഡ്രൈ കോക്കനട്ടിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടു, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുമാതിരി അങ്ങോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 7-8 ബ്രെഡിലാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. കൂടുതൽ ബ്രെഡ് എടുത്താൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ കഴിയും. ഞാൻ ഈ സ്വീറ്റ് ബോളൊക്കെ വേറൊരു പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് കൂടെ നമുക്ക് അതിൻ്റെ പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് ബദാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.